6 മാസം മുമ്പ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഓഫീസിലേക്ക് മാനേജ്മെന്റ് ഫീൽഡിൽ 0 എക്സ്പീരിയൻസിൽ പോയതാ. പക്ഷെ ഇന്ന് 6 മാസത്തിന് ശേഷം തിരിച്ചു വന്ന ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആയിട്ടാണ്. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നല്ല, ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് പഠിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ അത് ഹെൽപ്ഫുൾ ആക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കരിയറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റാർട്ടപ്പിലേക്കോ നിങ്ങൾക്ക് എങ്ങനെ അത് ഹെൽപ്ഫുൾ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വാട്ട് ഈസ് ഫൗണ്ടേഴ്സ് ഓഫീസ്? ഫൗണ്ടേഴ്സ് ഓഫീസ് എന്ന് പറയുന്നത് ഫൗണ്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ടീമാണ്. അതായത് ഫൗണ്ടേഴ്സ് ആയിട്ട് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്നത്, ഫൗണ്ടേഴ്സിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫൗണ്ടേഴ്സിന്റെ പ്ലാന്, കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ബേസിക്കലി ഫൗണ്ടേഴ്സ് ഓഫീസിലെ വർക്ക് ഉണ്ടാവുക. ബേസിക് ആയിട്ട് ഫൗണ്ടേഴ്സ് ഓഫീസിൽ വരുന്ന റോൾസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ചീഫ് ഓഫ് സ്റ്റാഫ്, ഓപ്പറേഷൻ മാനേജർ, അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ്, ഇങ്ങനത്തെ റോൾസ് ഒക്കെയാണ് ബേസിക്കലി ഫൗണ്ടേഴ്സ് ഓഫീസിൽ ഉണ്ടാവുക. എനിക്ക് ഈ 6 മാസം കൊണ്ട് ഫൗണ്ടേഴ്സ് ഓഫീസിൽ ഉണ്ടായിട്ടുള്ള ലേണിംഗ്സ് ആൻഡ് ടേക്ക് അവേഴ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിന് 6 സ്റ്റേജസ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തത് ഐഡിയേഷൻ സ്റ്റേജ് ആണ്, പിന്നെ വാലിഡേഷൻ സ്റ്റേജ് ആണ്, പിന്നെ ഏർലി ട്രാക്ഷൻ സ്റ്റേജ് ആണ്, പിന്നെ ഗ്രോത്ത് സ്റ്റേജ് ആണ്, പിന്നെ എക്സ്പാൻഷൻ ആൻഡ് സ്കെയിലിംഗ് സ്റ്റേജ് ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ മെച്യൂരിറ്റി സ്റ്റേജ് ഓർ എക്സിറ്റ്. ഈ 6 സ്റ്റേജിലേക്കൂടെയാണ് ഓരോ സ്റ്റാർട്ടപ്പും കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ ഞാൻ പോയിട്ടുണ്ട് സ്റ്റാർട്ടപ്പിൽ ഏകദേശം എക്സ്പാൻഷൻ ആൻഡ് സ്കെയിലിംഗ് എന്നുള്ള സ്റ്റേജിലാണ്, അത് ഏർലി ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജിലാണ് ഉള്ളത്. കമ്പനി സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മാസീവായിരുന്നു. നമ്മൾ സ്റ്റാർട്ടപ്പിന്റെ 6 സ്റ്റേജസ് പറഞ്ഞു. അതുപോലെ തന്നെ ഏതൊരു ബിസിനസിനും അല്ലെങ്കിൽ ഏതൊരു സ്റ്റാർട്ടപ്പിനും ബേസിക് ആയിട്ട് ഉണ്ടാവുന്ന 7 ഫംഗ്ഷൻസ് ഉണ്ട്. സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഫൈനാൻസ്, R&D, മാനേജ്മെന്റ്, ഓപ്പറേഷൻ. ഈ 7 ബേസിക് ഫംഗ്ഷൻ ആണ് ഏതൊരു സ്റ്റാർട്ടപ്പിനും ഏതൊരു ബിസിനസിനും ഉണ്ടാവുക. ഫൗണ്ടേഴ്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ 7 ഫംഗ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ 7 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിരന്തരമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടിണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ 7 ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ 7 ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നന്നായിട്ട് അറിയാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഫൗണ്ടേഴ്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന്റെ. ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യുന്നത് പറയാം. അതായത് ഒരു പ്രോഡക്റ്റോ സർവീസ് ഉണ്ടെന്ന് വെച്ചോ, അതായത് ആ പ്രോഡക്റ്റോ സർവീസ് ബിൽഡ് ചെയ്യുന്ന അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. വൺസ് ആ പ്രോഡക്റ്റോ സർവീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ആളുകളിലേക്ക് എത്തിക്കും. എന്നാൽ മാത്രമേ ആളുകൾ ആ പ്രോഡക്റ്റോ സർവീസ് ഉള്ളത് അറിയുള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. അത് ഏത് രീതിയിലായിരിക്കാം, കോണ്ടന്റ് മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ കാണുന്ന പോലെ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നതായിരിക്കാം, പ്രിന്റ് ചെയ്തിട്ട് നോട്ടീസ് ആയിട്ട് പോകുന്നതായിരിക്കാം. അത് കുറെ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അത് ബേസിക്കലി നമ്മളെ പ്രോഡക്റ്റോ സർവീസ് ആളുകളിലേക്ക് എത്തിക്കുന്നു. വൺസ് അത് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത നമ്പറിലേക്കോ നമ്മൾ കൊടുത്ത ഫോമിലേക്കോ ആളുകൾ കണക്ട് ചെയ്യും. അതിനാണ് ലീഡ് എന്ന് പറയാം. വൺസ് ആ ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ലീഡിന് നമ്മൾ ആ പ്രോഡക്റ്റ് സെല് ചെയ്യണം, നമ്മൾ ആ സർവീസ് സെല് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ബേസിക്കലി സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ലീഡിനെ കൺവേർട്ട് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിനെ സെല് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഈ മാർക്കറ്റിംഗും സെയിൽസ് ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ വേണം, അല്ലെങ്കിൽ ആ ആളുകളെ കൺട്രോൾ ചെയ്യാൻ ഒരു ടീം വേണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് HR, അതായത് പീപ്പിൾ ഓപ്പറേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇവര് ബേസിക്കലി ഹയറിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ട്രെയിനിങ് കാര്യങ്ങള്, പേറോൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് HR വരുന്നുണ്ടാവുക. ബേസിക്കലി പീപ്പിൾ ഓപ്പറേഷൻ ആണ് HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതിനൊക്കെ ഫണ്ട് വേണം, അല്ലെങ്കിൽ പൈസ വേണം. ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഫൈനാൻസ്. അതിൽ അക്കൗണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ CFOs ഉണ്ടാവും, CA-കാരുണ്ടാവും. അതായത് അത് നമ്മുടെ ബിസിനസിന്റെ വലിപ്പവും സ്റ്റേറ്റസും അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് R&D ആണ്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ബേസിക്കലി കോമ്പറ്റീറ്റേഴ്സിന്റെ അനാലിസിസ്, ലൈക് കമ്പനിയിലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഇന്നോവേഷനും കാര്യങ്ങൾ, അങ്ങനത്തെ, അതായത് അവര് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് മാർക്കറ്റിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ഈ ഇത്രയും ഡിപ്പാർട്ട്മെന്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുമാണ്, അതാണ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പാർട്ടാണ് ബേസിക്കലി ഫൗണ്ടേഴ്സ് ഓഫീസിലെ വർക്കേഴ്സ്. അതായത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരൊക്കെ ബേസിക്കലി പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഴ്സിന്റെ പ്ലാൻസും കാര്യങ്ങളും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനും അതിലുള്ള ടേക്ക് ഓവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്, അതായത് ഫൗണ്ടേഴ്സ് ഓഫീസിലെ വർക്കേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ 7 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യണം. നമ്മളിപ്പം ഒരു ബിസിനസിന്റെ 7 ഫംഗ്ഷൻസ് പറഞ്ഞില്ലേ, അതായത് ഈ 7 ഫംഗ്ഷൻസും എല്ലാ ബിസിനസിനും ഉണ്ടാവണമെന്നില്ല. അതായത് ഒരു ഐഡിയേഷൻ സ്റ്റേജ് കഴിഞ്ഞ് വാലിഡേഷൻ സ്റ്റേജിലുള്ള ഒരു ബിസിനസിന് ഉണ്ടാവില്ല. അതായത് ഒരു 1 to 5 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ 5 ആൾക്കാർ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ 7 ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ, 5 to 15 എംപ്ലോയീസ് ഉള്ളത്. അതിൽ ചിലപ്പോൾ 1-2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ടാവാം. അതിവിടെയും ഫുൾ ആയിട്ട് ഫോം ആയിട്ട് ഉണ്ടാവില്ല. നമ്മളെ കമ്പനി വളരുന്നതിനനുസരിച്ചിട്ട് അവിടെ ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇതൊക്കെയാണ് ഒരു ബിസിനസിന്റെ
ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഒരു സ്റ്റാർട്ടപ്പിന്റെ ആദ്യത്തെ സ്റ്റേജിൽ, അതായത് ഐഡിയേഷൻ കഴിഞ്ഞ് വാലിഡേഷനുള്ള സ്റ്റേജിൽ 1 to 5 എംപ്ലോയീസ് ഉള്ള സമയത്ത് നമുക്ക് ഒരിക്കലും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂല. ഒന്നാമത്തെ റീസൺ, അവർക്ക് നല്ല പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പം സാധാരണ സ്റ്റാർട്ടപ്പിൽ ഈ സ്റ്റേജിൽ ചെയ്യുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാവേണ്ടത്. അതായത് വലിയ ഡൊമൈൻ നോളജോ അല്ലെങ്കിൽ ഫങ്ഷണൽ നോളജ് ഒരുപാടില്ലെങ്കിലും കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളെ കൊണ്ടുവരാം. അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്നാൽ അവർക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും അവരത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ ആൾക്കാരെ ഫസ്റ്റ് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളെ ബിസിനസ്സിനെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മളപ്പോൾ സ്റ്റാർട്ടപ്പിൽ ആദ്യത്തെ സ്റ്റേജിൽ പോയിട്ട് ഒരിക്കലും ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇല്ലാത്ത ഫണ്ട് കൊടുത്തിട്ട് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകളെ കൊണ്ടുവരാന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ സ്റ്റാർട്ടപ്പിൽ ഏത് സ്റ്റേജിലുള്ള സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, നമ്മൾ ഒരാൾ ഹയർ ചെയ്യുമ്പം ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ജോബ് റോളിലേക്ക് ഒരു ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആളൊരിക്കലും നമ്മൾ പോയിട്ട് ഒരാളെ മാത്രം ഇന്റർവ്യൂ ചെയ്തിട്ട് ഹയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ആളുകളെങ്കിലും നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ മാത്രമേ ഹയർ ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് എംപ്ലോയി ആണെങ്കിലും അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബിസിനസ്. അല്ലെങ്കിൽ ഏതൊരാളും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ആള് നമ്മളെ ജോബ് റോളിന് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാവൂ. അതിൽ പറയുന്നൊരു സംഭവമുണ്ട്, ഹയർ സ്ലോലി ഫയർ ഫാസ്റ്റ് എന്നുള്ള സംഭവം. പിന്നെ വൺസ് ഒരാളെ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇപ്പോൾ ഏതൊരു കമ്പനി ആയിക്കോട്ടെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീക്ക് ഡിസൈൻ ചെയ്യണം. ആദ്യത്തെ വീക്കിൽ നമ്മൾ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവം കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫസ്റ്റത്തെ വീക്കിൽ നമ്മൾ ആളുകളെ ഭയങ്കര ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിലും ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. അതായത് എസ്പെഷ്യലി ജെൻസീസിന്. ഇപ്പം നമ്മളെ പോലത്തെ ആളുകൾക്ക്, ജെൻസീസ് ആയിട്ടുള്ള ആളുകളെ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് പോയിട്ട് ആദ്യത്തെ വീക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ആവും. അപ്പോൾ ഏതൊരാൾ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു വീക്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം. എന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്തുള്ള ആളുകളെ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സ്റ്റാർട്ടപ്പിൽ നമുക്ക് 3 തരത്തിൽ എംപ്ലോയീസിൽ നിന്ന് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാം. ഒന്ന്, കമ്പനിയിലെ പീപ്പിളിന്റെ അടുത്ത് അയക്കാം. അത് നല്ലൊരു കൾച്ചർ ഉണ്ടെങ്കിൽ ആളുകൾക്ക് കമ്പനിയിലെ പീപ്പിളിന്റെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന്റെ അടുത്ത് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാം. പക്ഷെ ഏറ്റവും വർക്കാകുന്ന ഒരു സാധനം ഉണ്ട്, നമുക്ക് ഫൗണ്ടേഴ്സിന് അല്ലെങ്കിൽ HR ആയിട്ടുള്ള ആളുകൾക്ക് നമ്മളെ കാൻഡിഡേറ്റിന് അവരെ സെൽഫിന് തന്നെ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ സ്റ്റാർട്ടപ്പിൽ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എന്ത് സാധനം തുടങ്ങുകയാണെങ്കിലും ഒരിക്കൽ നമ്മൾ നമ്മളെ ഇമാജിനേഷനിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഇറക്കാൻ പാടില്ല. നമ്മൾ എപ്പോൾ ചെയ്യേണ്ടത് MVP പോവുക, അതായത് മിനിമം വേരിയബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആളുകളിൽ സെല്ല് ചെയ്ത് പഠിക്കുക. അതാണ് ഒരു ബിസിനസിന്റെ ഏറ്റവും പഠിക്കേണ്ട, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ വൺസ് ഐഡിയേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഒരു സർവീസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് MVP ഉണ്ടാക്കിയിട്ട് അത് സെല്ല് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം വെച്ച് സ്റ്റാർട്ട് ആക്കാം. അതിപ്പോൾ എന്തായാലും അതിൽ ഫുൾ ഫീച്ചറുള്ള ഒരു സാധനം ഉണ്ടാക്കണം. നിങ്ങൾ MVP ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു ബേസിക് പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ ആളുകൾക്ക് വിൽക്കുമ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും, അല്ല നമുക്ക് തന്നെ റിയലൈസേഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ പിവോട്ട് ചെയ്ത് പോയിട്ടാണ് നമ്മൾ ഒരു ഫുൾ ഫോം പ്രോഡക്റ്റ് ഉണ്ടാക്കി ലോഞ്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഐഡിയ ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ഒരു സർവീസ് ബിൽഡ് ചെയ്തിട്ട് സെല് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. ഇതിൽ സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷൻ അലൈൻമെന്റ് ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി തുടങ്ങുകയാണ്. ബേസിക്കലി എൻ്റെ വിഷൻ അല്ലെങ്കിൽ ഏതൊരു അക്കാഡമി അല്ലെങ്കിൽ എടെക് തുടങ്ങുന്ന ആളെ വിഷൻ ഒന്നുകിൽ ക്രിയേറ്റ് മോർ ജോബ്സ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് യങ് പീപ്പിൾസ് ടു ഗെറ്റ് ജോബ് എന്നുള്ള സാധനമായിരിക്കും. അപ്പം അതാണ് വിഷന്. ആ വിഷൻ ഒരിക്കലും മാറാൻ പാടില്ല. ക്രിയേറ്റ് ജോബ്സ് എന്നുള്ള സാധനം ഒരിക്കലും മാറാൻ പാടില്ല, അത് അവിടെ ഉണ്ടാവണം. പക്ഷെങ്കിൽ നമ്മൾ ഐഡിയയിൽ നമ്മൾ ഒരിക്കലും സ്റ്റക്കാൻ പാടില്ല. ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യുന്ന ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. നമുക്ക് ക്രിയേറ്റ് മോർ ജോബ് എന്നുള്ള വിഷനിലേക്ക് എത്താൻ ചിലപ്പം അതല്ലാണ്ട് വേറെയും കുറെ കോഴ്സ് ഏടാക്കാനുണ്ടാവും. ചിലപ്പം കൊമേഴ്സിന്റെ കോഴ്സുകൾ ഏടാക്കാനുണ്ടാവും, ചിലപ്പോൾ ഡിസൈനിങ്, ടെക്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഏടാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ വിഷൻ അവിടെ എപ്പോൾ ഉണ്ടായിരിക്കണം, അതൊരിക്കലും ഫ്ലെക്സിബിൾ ആകാൻ പാടില്ല. പക്ഷെ നമ്മളെ ഐഡിയ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ഈ മാറിക്കൊണ്ടേ നിൽക്കുന്ന ഈ ഐഡിയ വിഷനായിട്ട് അലൈൻഡ് ആയിരിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്റ്റാർട്ടപ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റൂല. നമ്മൾ ഈ ഫൗണ്ടേഴ്സ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ഫൗണ്ടർ അല്ലെങ്കിൽ CEO അല്ലെങ്കിൽ ഹെഡ്സ് ഒക്കെ ആയിട്ടായിരിക്കും എന്ന് നമ്മൾ ഡേ ടു ഡേ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് ഇവര് ഒരു ഐഡിയ കൊണ്ടുവരുന്ന വെച്ചോ, ഇവരൊരു ഐഡിയ കൊണ്ടുവന്നതിനാൽ അത് ആദ്യം ടീമിന്റെ അടുത്ത് ഇവരത് സ്വയം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ടീമിന്റെ അടുത്ത് വന്നിട്ട് പറയും, അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയീസിന്റെ അടുത്ത് വന്നിട്ട് ഈ സാധനം പറയും, ഇതാണ് നമ്മളെ പ്ലാന്, ഇങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്.
എന്നിട്ട് ഇവർ കൊണ്ടുവന്ന ആ സാധനമായിട്ടായിരിക്കില്ല നമ്മൾ തിരിച്ചു വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ സാധനം ആയിരിക്കില്ല നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. അതായത് ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കാന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു നല്ല ലീഡർ അല്ല. ഒരു നല്ല ലീഡർ ആണെങ്കിൽ ഞാനൊരു സ്ട്രാറ്റജി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ഐഡിയ കൊണ്ടുവന്നാൽ അത് നമ്മൾ ടീമിന്റെ അടുത്തുള്ള ഫീഡ്ബാക്ക്, അത് ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ന്യൂബി ആയിരിക്കും അല്ലെങ്കിൽ ഇന്റേൺ ആയിരിക്കും, ആള് പറയുന്ന സാധനത്തിൽ കാര്യമുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് റിസ്വാൻ ഒരു ഐഡിയ ആയിട്ട് കൊണ്ടുവന്നാൽ ടീമിന്റെ അടുത്ത് നിന്ന് പലതരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൂടി വെച്ചിട്ട് ആ ഒരു സാധനം സെറ്റ് ചെയ്യും. അല്ലാണ്ട് റിസ്വാൻ കൊണ്ടുവന്ന സാധനം തന്നെ നടക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കില്ല. അവിടെയാണ് ഒരു ഗുഡ് ലീഡർഷിപ്പ്, അല്ലെങ്കിൽ അവിടെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ ഗഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളിപ്പോൾ ഫണ്ടിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിന് പോയിക്കാനാലും ആളുകളെപ്പം സ്റ്റാർട്ടപ്പിന്റെ ടീമിനെ നോക്കുക. ടീമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ടീം ബിൽഡ് ചെയ്യുക, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. നല്ല ടീം ഉണ്ടെങ്കിൽ മാത്രമേ, ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ ജേർണിയിൽ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. അത് നമ്മൾ ഒരിക്കലും ആളുകളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റൂല. വിത്തൗട്ട് നമ്പർ യു ആർ ജസ്റ്റ് ആൻ അനദർ പേഴ്സൺ വിത്ത് ആൻ ഒപ്പീനിയൻ എന്ന് പറയാം. അതായത് നമ്പേഴ്സ് ഇല്ലാണ്ട് ഡാഷ്ബോർഡ്സ് ഇല്ലാണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റൂല. കാരണം ഒരുപാട് റിസ്ക് എടുക്കാൻ പറ്റൂല. കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രമേ എപ്പോൾ എടുക്കാം, ഇമോഷണൽ റിസ്ക് എടുക്കാൻ പറ്റൂല. കാൽക്കുലേറ്റഡ് ആയിരിക്കണം റിസ്ക് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഡാറ്റ പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഡാറ്റ ബേസ്ഡ് ആയിരിക്കണം. ഇതിൽ തന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ എപ്പോഴും ഡാറ്റ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ചില സമയത്ത് ഫൗണ്ടറായ ആളുകൾ അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ ഗഡ്സിന്റെ മുകളിൽ അല്ലെങ്കിൽ ലോജിക്കായിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും. എപ്പോഴും ഈ സാധനം വർക്കാവണമെന്നില്ല. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ ഡാറ്റാസ് വെച്ചിട്ടായിരിക്കണം ഡിസിഷൻസ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ഇന്നത്തെ സ്റ്റാർട്ടപ്പിന്റെ പല ആളുകളും നല്ല കോണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല വിസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അടിപൊളി ഇൻഫ്രാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ അവരൊരിക്കലും പ്രോഫിറ്റിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഫിനാൻഷ്യലി വെരി ക്ലിയർ ആയിരിക്കണം. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. നമ്മളൊരു രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ റിട്ടേൺസ് ഉണ്ടാക്കാന്നുള്ളത് വെരി ക്ലിയർ ആയിട്ട് പ്ലാനിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ വേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിൽ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് സ്മാർട്ട് ഫ്രെയിം വർക്ക്. അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് സ്മാർട്ട് ആയിരിക്കണം. അതായത് എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ഉണ്ടായിരിക്കണം. അത് സമയബന്ധിതമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഞാനൊരു പുതിയ പ്ലാന് കൊണ്ടുവരാം, ഞാനൊരു ഫൗണ്ടർ ആണെങ്കിൽ ഞാനൊരു പുതിയ പ്ലാന് ടീമിൻ്റെ അടുത്ത് എക്സിക്യൂട്ട് ചെയ്തതിനാൽ നമ്മൾ അതിനൊരു ടൈം ബൗണ്ട് വെക്കണം. അല്ലെങ്കിൽ അത് ഭയങ്കര ലേസി ആയി പോകും. ആ സാധനം ആ റിസൾട്ട് അവിടെ വരൂല. ഒരു 1 വീക്ക് കൊണ്ട് നിങ്ങൾ ഈ സാധനം ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കണം, ഒരു ടൈം ബൗണ്ട് വെക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ മാറിപ്പോകും. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൽ KRIs KPIs വെക്കണം. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ടാർഗറ്റ് വെക്കാവൂ. അച്ചീവബിൾ അല്ലാത്ത സാധനം വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് റെലവെന്റ് ആയിരിക്കണം. അത് നമ്മളെ വിഷനായിട്ട് അലൈൻഡ് ആയിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. അല്ല നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് നമ്മളെ വിഷനായിട്ട് അലൈൻഡ് ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സ്റ്റാർട്ടപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റോ സർവീസിലെ ക്വാളിറ്റി തന്നെയാണ്. അത് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ നമ്മളെ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സർവീസ് ആയിക്കോട്ടെ, നമ്മളൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അത് വാങ്ങിക്കുന്ന ആൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആപ്പിളുടെ നോക്കിക്കോ, അവരെ ഓരോ പ്രോഡക്റ്റും നമ്മളെ എക്സ്പീരിയൻസ് ബെറ്റർ ആയിക്കൊണ്ട് നിൽക്കാം. അവരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നതായിക്കോട്ടെ, അവരെ ഡിസൈൻ ആയിക്കോട്ടെ, ആളുകളുടെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അവരിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇപ്പം ഫോക്കസ് ചെയ്യേണ്ടത്. അവരെന്തൊക്കെ അയക്കാനും അവരെ പ്രോഡക്റ്റും സർവീസും കൊടുക്കുന്ന ആളുകൾക്ക് നല്ല എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായ സംഭവം അല്ലെങ്കിൽ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു സംഭവം വെച്ചാലും, അത് എന്തൊരു സാധനം ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ സ്കെയിൽ ചെയ്യും. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കിയ പ്രോസസ്സും വർക്ക് ആവില്ല. നമ്മളത് ബ്രേക്ക് ചെയ്യും, വീണ്ടും പുതിയത് ബിൽഡ് ചെയ്യും, പുതിയ പ്രോസസ്സ് സെറ്റ് ചെയ്യും, സ്കെയിൽ ചെയ്യും, ബ്രേക്ക് ചെയ്യും, റിപ്പീറ്റ്. 30 lakh റവന്യൂന്ന് 1 CR റവന്യൂ ഉള്ള സ്ട്രാറ്റജീസും അല്ലെങ്കിൽ ഉള്ള പ്രോസസ്സും ഒരിക്കലും 1 CRന് ശേഷം നടക്കൂല, അല്ല വർക്ക് ആവില്ല.
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും നമ്മളെ പ്രോസസ്സിൽ ഒരിക്കലും നമ്മൾ സ്റ്റക്ക് ആകാൻ പാടില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏണിംഗ് ഞാൻ മനസ്സിലാക്കിയത്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ഹെൽപ്ഫുൾ ടു പീപ്പിൾ. നമ്മൾ സമൂഹത്തിന്റെ ഇടയിൽ എന്തോ ഒരു സാധനം നമ്മൾ സോൾവ് ചെയ്യേണ്ടിണ്ടാവും, അല്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടിണ്ടാവും. എന്നാലും മാത്രമേ മാർക്കറ്റിൽ നിൽക്കാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളുടെ ലൈഫിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് ഓൺടർപ്രണേഴ്സ് ക്യാൻ മേക്ക് ദ വേൾഡ് ബെറ്റർ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും സർവീസും ആളുകളുടെ ലൈഫിലേക്ക് എന്തോ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ഒരു നല്ല സാധനം കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അതായത് കുറേ ആളുകൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി നമ്മൾ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റേറ്റിന് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിലുള്ള എംപ്ലോയീസിന് നല്ലതാണ്. അതാണ് ഒരു ഫൗണ്ടറിന്റെ അല്ലെങ്കിൽ ഒരു സിഇഒന്റെ ഏറ്റവും കിക്ക് കിട്ടുന്ന സാധനം. അതായത് നമ്മൾ സ്റ്റാർട്ടപ്പ് കാരണം അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ആളുകൾക്ക് വരുമാനം ഉണ്ടായിട്ട് ആളുകൾ ജീവിക്കുന്നു, അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്, കുറേ ജീവിതങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് കൊണ്ട്, നമ്മൾ കൊടുക്കുന്ന സർവീസ് കൊണ്ട് ആളുകളുടെ ലൈഫ് എളുപ്പമാകുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തോ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു ഫൗണ്ടറിന്റെ വിഷൻ, അല്ലെങ്കിൽ ഒരു ഫൗണ്ടറിന്റെ അൾട്ടിമേറ്റ് ഗോള് ഉണ്ടാവേണ്ടത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഭയങ്കര പീപ്പിൾ ഓറിയൻറ്റഡ് ആയിരിക്കണം. അതായത് ഫൗണ്ടേഴ്സ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ പീപ്പിൾ ഓറിയൻറ്റഡ് ആയിരിക്കണം. അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിയൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മളെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മളെ മ്യൂച്വൽ ഫണ്ടിലുള്ള കോമ്പൗണ്ട് ചെയ്യുന്ന ഫണ്ടൊന്നുമല്ല. അതായത് റിയൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മളൊന്നുമില്ല, സീറോയിലേക്ക് വന്നതിനാലും നമുക്ക് വിളിക്കാൻ പറ്റുന്ന നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുള്ള 5 ആളുകളാണ്. നമുക്ക് ഒന്നുമില്ലാത്തപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ കോൺടാക്ട് ലിസ്റ്റിൽ 5 ആളുണ്ടെങ്കിൽ അതാണ് റിയൽ ആയിട്ടുള്ള വെൽത്ത് എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഓഫീസിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ടേക്ക് അവേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാനേജ്മെന്റ് ഫീൽഡിൽ കരിയർ ബിൽഡ് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സ്പോഷർ തരുന്ന ഒരു സംഭവമായിരിക്കും ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടേഴ്സ് ഓഫീസിൽ പോയി വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടറിന്റെ കൂടിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ പോയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം എങ്ങനെ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസിൽ എത്താം, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസിൽ ഒരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ബേസിക് ക്വാളിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡൂയിങ് തിങ് ഫാസ്റ്റ് എന്നുള്ളത്. അതായത് ബേസിക്കലി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ ഓതേഴ്സ് ആണ്. അതായത് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അപ്പൊ അതിന് ഒരു ടീമിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫൗണ്ടറിന്റെ സ്പീഡായിരിക്കും. അതായത് ഞാനൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയ ടീമിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തതിനാൽ അത് എത്ര സമയം എടുക്കുന്നുണ്ട് അത് ടീം അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര സമയം എടുക്കുന്നുണ്ട് ടീം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉള്ളത് എൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. അതൊരു മാനേജർ കഴിവാണ്. പിന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലാരിറ്റി. നമ്മൾ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നതാണ്. അപ്പം നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ വിത്ത് ക്ലാരിറ്റി. പിന്നെ വേണ്ടൊരു സംഭവമാണ് നമ്മൾ എക്സ്ട്രീംലി ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പല പ്ലാൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഓർഗനൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ ഫൗണ്ടറിനെ അല്ലെങ്കിൽ നമ്മളെ സിഇഒനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു വലിയ സ്കില്ല് വേണ്ടത് പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരിക്കലും പോയിട്ട് അല്ല സിഇഒന്റെ അടുത്തേക്ക് എത്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പല കാര്യങ്ങളും നമ്മളെടുത്ത് തന്നെ സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അവിടെയാണ് ഒരു നല്ല എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ നല്ലൊരു ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടാവും എങ്ങനെ ഇതുപോലത്തെ ഒരു റോളിലേക്ക് എത്താം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ഹയറിംഗ് എന്നുള്ളത്, പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സ്റ്റാർട്ടപ്പിന്റെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഫൗണ്ടറിന്റെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ പോയിട്ട് കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എനിക്കെന്ത് ഗ്യാപ്പാണ് അവിടെ കാണാൻ പറ്റുന്നത്, എന്ത് ഗ്യാപ്പാണ് അവിടെ ഉള്ളത്, അത് എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാനൊരു കോൾഡ് മെസ്സേജ് ആയിട്ട് ആൾക്ക് ലിങ്ക്ഡിനിൽ അയച്ചു, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ ഇന്ന ഗ്യാപ്പ് കാണുന്നുണ്ട്, എനിക്ക് ഇന്ന രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്ന സ്കില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ അതിന് ആള് ഓക്കെ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂക്ക് പോകുമ്പോൾ ആൾ ഓട്ടോമാറ്റിക്കലി എന്നെ ഓർക്കും ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ ഹയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള റോളുകളിലേക്ക് അല്ലെങ്കിൽ ജോബുകളിലേക്ക് എത്താൻ പറ്റുക. നിങ്ങൾക്ക് എന്ത് സാധനമാണോ സോൾവ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് വേണ്ട കമ്പനി ഏതാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട്
അതിൽ കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്തിട്ട് അവിടെ കാണുന്ന ഗ്യാപ്സ് നിങ്ങൾക്ക് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോൾ മെസ്സേജ് പോവുക, അല്ലെങ്കിൽ ഒരു വോയിസ് അയക്കുക. ഇത് ഫൗണ്ടേഴ്സ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ ഇതിനാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഒരിക്കലും ഹൈ പേയിങ് ആയിട്ടുള്ള ജോബിലേക്ക് പോവാതെ ലേണിങ്സ് ഉള്ള ജോബുകളിലേക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുന്ന ജോലികളിലേക്ക് പോവുക, നോളജ് കോമ്പൗണ്ട് ചെയ്യും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ അവിടത്തേക്ക് ചാടാ, ഗ്രോത്ത് ഉണ്ടോ അവിടത്തേക്ക് ചാടാ. ഹൈ പേയിങ് ജോബിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവാറ്, നമുക്ക് അവിടെ ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവിടെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചാടാം. നമ്മൾ അതിനുവേണ്ടി പണിയെടുത്തതിനാൽ ഉറപ്പായിട്ടും കിട്ടുന്നേ ഉള്ളൂ. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. അതായത് എൻ്റെ ഫൗണ്ടേഴ്സ് ഓഫീസിലെ എക്സ്പീരിയൻസ്, ഞാൻ എങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇതുപോലത്തെ കുറേ കോണ്ടന്റ് വരുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺ. ബൈ.